ഇപ്പൊ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇപ്പത്തെ ജനറേഷൻ ജെൻസി എന്ന് പറയുന്ന ജനറേഷന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കുറെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എന്തൊക്കെയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്ന ആ ഒരു തോട്ട് വരുന്ന ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന സംഭവങ്ങള് വരുന്ന ജനറേഷനാന്ന് പറയാറുണ്ട്. അപ്പൊ അതിലൊരാളാണ് ഇപ്പോ സാൻഡ്രയും. അപ്പൊ ഞാനും ജെൻസി വരുന്നു, സാൻഡ്രയും വരുന്നു. എന്താണ് തോന്നിയേക്കണേ ഇങ്ങനെ ഇപ്പത്തെ ജനറേഷന്റെ ഒരു മൊത്തത്തില്? അപ്പോ അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം കാലം മാറി അങ്ങനത്തെ ഒരു ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, നമ്മളിപ്പോ പക്ഷെ തോന്നാറുണ്ട്, കാരണം കുഞ്ഞിലൊക്കെ ആണെങ്കിലും എനിക്ക് പേഴ്സണലി തോന്നിയാണ്, ശരിയാണോ തെറ്റാണെന്നൊന്നും എനിക്കറിയില്ല. ഇപ്പൊ നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഒക്കെ കുറച്ചുകൂടെ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും കുറച്ചുകൂടെ കുട്ടിത്തായിരുന്നല്ലോ നമ്മളൊക്കെ. ഇപ്പൊ ഫോൺ ഒക്കെ കിട്ടുന്നതൊക്കെ +2 കഴിഞ്ഞിട്ടൊക്കെയാണ് ഫോൺ കൈ കിട്ടുന്നത്. ഇപ്പൊ ഒരു UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാം അറിയാം, ഫോണിലാണ് അവർ ജീവിക്കുന്നത്. അതില് നല്ല കാര്യങ്ങളും ഉണ്ട്, എന്നാലും കൂടുതലും മോശ കാര്യങ്ങൾ അവർക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടെ പഴയ കുട്ടിക്കാലമായിരുന്നു നല്ലതെന്ന് തോന്നാറുണ്ട്. പിന്നെ ഇപ്പൊ നമുക്കൊന്നും മാറ്റാൻ പറ്റില്ല, ട്രെൻഡിനൊപ്പം പോവാന്നുള്ളതാണല്ലോ, നമ്മൾ അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതില് പിന്നെ അജാസിനൊപ്പം കുറച്ച് ഡാൻസ് സോങ്സ് ഒക്കെ ഉണ്ടല്ലേ, പിന്നെ ഡാൻസ് റിയാലിറ്റി ഷോയിലും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡാൻസർ ആണോ? ഞാൻ മഞ്ജ് ഡാൻസ് എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റിൽ ഒരു ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് ഉള്ള ഡാൻസിന് ഒരു ടൈപ്പ് ഒക്കെ തന്നെയായിരുന്നു. പ്രൊഫഷണൽ ഡാൻസർ ആണോ? ഞാന് UKG തൊട്ടേ പഠിക്കുന്നുണ്ട്, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് പഠിക്കുന്നുണ്ട്. ക്ലാസിക്കലാണ് കൂടുതൽ. മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഭരതനാട്യം അതാണ് ട്രെയിൻഡ് ആയിട്ട് പഠിച്ചിട്ടുള്ളത്. പിന്നെ ഈ റിയാലിറ്റി ഷോ വന്ന ടൈമിലാണ് ഈ വെസ്റ്റേണും എല്ലാ റൗണ്ടും വരുമല്ലോ, അല്ലെ കണ്ടംപററി, അതെല്ലാം വരുമ്പോൾ നമ്മൾ അതിനു വേണ്ടി പഠിച്ച് എല്ലാ സ്റ്റൈലും ഏകദേശം പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഒത്തിരി ഇനി പഠിക്കാനുണ്ട്, ഒന്നും ആയിട്ടില്ല. എന്നാലും അത്യാവശ്യം കളിക്കും. ഇപ്പൊ ചെറിയ കൊറിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഇവന്റ്സ് ഒക്കെ വരുമ്പോ അങ്ങനെയൊക്കെ. അപ്പൊ മൾട്ടിപ്പിൾ ജോബ്, ലൈക് മൾട്ടി ടാലന്റഡ് എന്ന് പറയാല്ലേ? അങ്ങനെ പാട്ട് പാടോ? ഇല്ല, പാട്ട് പാടില്ല. പാട്ട് കേട്ട് എല്ലാരും എണീറ്റ് ഓടും. അതില്ല, അത് മാത്രമില്ല. ട്രൈ ചെയ്യാൻ നമുക്ക്. വേണ്ട, പാട്ട് തീരെ വഴിക്ക് വരാത്തൊരു സാധനമാണ്. അപ്പൊ ഈ മൂവിയിലുണ്ടോ ഡാൻസ് ഉണ്ട്, 2 സോങ്ങില് ഡാൻസ് ഉണ്ട്. അതിലൊന്ന് നമ്മള് കൊറിയോഗ്രാഫേഴ്സ് വന്ന് തന്നെയാ പഠിപ്പിച്ചതൊക്കെ. അത് പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്ക് രണ്ടുപേർക്കും കുറച്ചുകൂടെ ഈസി ആയിരുന്നു ചെയ്യാൻ. നമ്മള് കുഞ്ഞിലെ ചെയ്ത ശീലമുള്ളതുകൊണ്ട് ഓക്കെ ആയിട്ട് അതൊന്ന് അഡ്ജസ്റ്റ്മെന്റിലൊക്കെ ചെയ്യാൻ പറ്റി, കുഴപ്പമില്ലായിരുന്നു. അതിലും ഈ റൊമാൻസ് എലമെന്റ് ആയിരുന്നു കുറച്ച് പാട് ചെയ്യാൻ. അതിങ്ങനെ അവര് ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്താലേ ആ സംഭവം വരത്തുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ ചെയ്തു.